I am here, one among you, a youth, a believer, but a Jesus follower in this confusing, loud and fast-changing world. ഇന്നത്തെ ചിന്തയ്ക്കായി എടുക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 19 മുതൽ 27 വരെയുള്ള വചനങ്ങൾ. First John chapter 2 verses 19 to 27. It's a wake up call for our generation. ഇവിടെ ജോൺ അപ്പോസ്തലൻ നമ്മോട് വ്യക്തമായി പറയുന്നു, ഇതാണ് ലാസ്റ്റ് അവർ. അന്ത്യനാഴിക വരുമ്പോഴോ അനേകം ആന്റിക്രൈസ്റ്റുകൾ എഴുന്നേൽക്കുന്നു. ഇറ്റ്സ് ക്ലിയർ ദാറ്റ് അറ്റ് ലാസ്റ്റ് അവർ ആന്റിക്രൈസ്റ്റ് will come. That means anything or anyone taking us away from Christ is dangerous. ഒന്നാമതായി ബൈബിൾ പറയുന്നു from verses 19, അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു എങ്കിൽ നമുക്കുള്ളവർ ആയിരുന്നില്ല. അവർ നമുക്കുള്ളവർ ആയിരുന്നെങ്കിലോ നമ്മോട് കൂടെ പാർക്കുമായിരുന്നു. ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സഭയിലുള്ള എല്ലാവരും വിശ്വാസത്തിൽ ആഴമുള്ളവർ ആയിരിക്കണമെന്നില്ല. ചിലർ ഈ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നതിനുള്ള കാരണം അവരുടെ ഹൃദയത്തിൽ യേശുവിനോടുള്ള സത്യസന്ധത കുറഞ്ഞു വരുന്നു എന്നതിന് ഉദാഹരണമാണ്. Just because someone came to church doesn't mean that they are truly following Christ. As a youth, ഇതിലൊരു ലെസൺ ഉണ്ട്. Stay rooted, not just present. രണ്ടാമതായി നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ഉണ്ട് എന്നതാണ്. That's powerful. God has given us His Spirit നമ്മുടെ ഉള്ളിൽ. We are not empty, not clueless. വേൾഡിൽ പല വോയിസസ് ചൂസ് ചെയ്യാനുണ്ടാകും, പക്ഷേ ഹോളി സ്പിരിറ്റ് തന്നെ നമ്മെ ഗൈഡ് ചെയ്യും. That means even if a preacher or leader is not there, Holy Spirit still speaks. അതേ അഭിഷേകത്താൽ നമ്മെ നല്ലതും തീയതും തിരിച്ചറിയാനുള്ള ജ്ഞാനം നൽകുന്നു. As a youth, ഡൗട്ട് വരും, ഫിയർ വരും, പക്ഷേ അഭിഷേകം നമ്മെ ഉറപ്പിക്കുന്നു. You are not alone. God is with you. മൂന്നാമതായി ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ആദിയിൽ കേട്ടത് നിങ്ങളിൽ തന്നെ നിലനിൽക്കട്ടെ. ഇതൊരു ഡീപ് റിമൈൻഡറാണ്. ആദിയിൽ കേട്ടത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ഗോസ്പൽ ട്രൂത്ത്. ജീസസ് ഇസ് ദ സൺ ഓഫ് ഗോഡ്. ഹി ഡൈഡ് ഫോർ us. ഹി റോസ് അഗെയിൻ ആൻഡ് ഹി ഈസ് കമ്മിങ് ബാക്ക്. അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ലോകം പറയും all religious are saying do what we feels right, don't be too serious about faith. But Bible പറയുന്നു hold on to the truth you heard first, because അതിലാണ് ജീവൻ, അതിലാണ് ഉറപ്പ്. So dear ones, this portion reminds us of 3 truths. First, all those are with us are not always of us. Be real, not just religious. Second, you have anointing. നിങ്ങളിൽ അഭിഷേകമുണ്ട്. The Holy Spirit will teach and educate you. Third, stay on the truth you heard. Don't drift with the world. So, let's stand for the truth even if you are alone. ദൈവം നമ്മെ എവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.